അങ്കോ അതെ ഞാനേ എന്താ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തോട്ട് പോവാ. പൊക്കോ. ഞാൻ പുറത്തോട്ട് അത്യാവശ്യമായിട്ട് പോവേണെന്ന്. ചോക്ലേറ്റ് എന്താ വേണ്ട? ചായ വേണോ? അതായത് ക്ലാര ഉണ്ടല്ലോ അവിടെ. ചങ്കം അതൊന്നുമല്ല. ഒരാൾ അത്യാവശ്യമായിട്ട് പുറത്തോട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കല്ലേ. പൈസ എടുക്ക്. ഏത് പൈസ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യത്തിന് പോകണല്ലേ. എന്തെങ്കിലും പൈസ കൈ വേണമല്ലോ. ഒരു 100 രൂപ ഉണ്ടായി ഞാനേ കളിക്കല്ലേ. 100 രൂപ ഒരു അത്യാവശ്യത്തിന് പോണത് ചോദിച്ചാൽ അവള് കേൾക്കണ്ട. 100 രൂപ വേണോ? ഇത് വെട്ടിക്കേറിയിട് തരാം. ഇത് പിടിക്കത് വെട്ടിക്കേറ്. എന്താ 100 രൂപ? എടി ഇത്രയും പറവ് പുറത്തെങ്ങാനും പോയി വെട്ടിയാണല്ലോ 100-500 രൂപ കിട്ടും. നിങ്ങക്ക് 100 രൂപ മതിയല്ലോ. 100 രൂപ മതി. എന്നാലും എന്നെ പോലെ ഒരു പ്രമുഖർ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലേ ക്ലീറ്റോ എന്റെ വായിരിക്കണ വെറുതെ കേൾക്കരുത്. ഒരു പെണ്ണ് നിന്ന് ചെയ്യണ പണിയാണ്. ഒരു തനിക്കത്താൻ പോലത്തെ ഒരു തെങ്ങ് ഇമാതിരി കീറിയിടണം. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. ഈ തെങ്ങ് ഇത് പെൺതെങ്ങാണ്. ഇത് പെണ്ണുങ്ങൾ കൈകാര്യം ചെയ്യണതാണ് നല്ലത്. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഇത് വെട്ടി കീറിയിട്. ഒരു കാര്യം ചെയ്യും, ഞാൻ 100 രൂപയുടെ വെട്ട വെട്ടു. മതി. എന്നിട്ട് 100 രൂപയ്ക്ക് ഈ തടി മുഴുവൻ വെട്ടി. നമ്മുടെ കേമ കണ്ണിൽ ഇരുട്ട് കയറുന്നു. സത്യം പറയല്ലേ, നമുക്ക് പറ്റിയ പണിയൊന്നുമില്ല. ഞാൻ എവിടെ കറങ്ങി വീഴുമെന്തോ. തല കറങ്ങുന്ന പോലെ. ആരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? അമ്മ സോദനമ്മ. സോദന. അവള് ഇവിടെ ഉണ്ട്. ചായ എടുക്കാൻ അങ്ങോട്ട് അകത്തോട്ട് പോയി. വിളിച്ചില്ലേ? ഞാൻ പറയാമ. വീടിൻ്റെ കാര്യം ഉടനെ ശരിയാവുമ്മ. എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാപ്പി പിടിച്ചോണ്ടിരിക്കുന്നു. ഇടിയപ്പം പോലത്തെ ഒരെണ്ണം അല്ല. പോലത്തെ എന്ന് പറയുമ്പോൾ ഇടിയപ്പം തന്നെ. അവൾ ഉണ്ടാക്കിയത് ഇടിയപ്പം കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്നില്ല. അതാണ് ഒരു ബുദ്ധിമുട്ട്. അല്ലല്ല എന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പം പഠിച്ചു വരണുണ്ട്. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണുണ്ട്. അവൾ ശ്രമിക്കണുണ്ടമ്മ. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതപ്പോൾ ഒരു വലിയ വിഷയമല്ല. ഞാൻ ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ പഠിച്ചിട്ടുണ്ട്. അയ്യോ, അതൊന്നും അർത്ഥമ്മ വിഷമിക്കണ്ട. ഞാനൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോവാമ്മ. കുഴപ്പമില്ല. പിന്നെ ഒന്നുമില്ല. ഞാൻ വിളിക്കാം. ശരിയമ്മ. നീ പഞ്ചായത്ത് ഓഫീസിലൊന്ന് പോകണം. ശരി. എന്തോന്നടി ഉണ്ടാക്കി വെച്ചു? ഇതിലാണ് ഇടിയപ്പം എന്ന് പറഞ്ഞത്. നിനക്ക് പറ്റൂലേ പറഞ്ഞാൽ പോലെ ഞാൻ വെളിയിൽ എവിടെയെങ്കിലും പോയി കഴിക്കുമായിരുന്നല്ലോ. വെറുതെ എന്തിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു കുഴപ്പമില്ല. ഇതേ കഴിച്ചോ? നീ കഴിക്കേ. എന്ത് അത്രയും കട്ടി? എന്ത് അവിടെ വെച്ചേക്ക് നാത്തൂനെ, ഞാൻ ചെയ്തോളാന്നേ. അത് ഞാൻ നിന്നോട് അങ്ങോട്ടാ പറയണേ. അതവിടെ വെക്കി. ആ നടുവിനും വയ്യാണ്ട് പിന്നെ കിടന്ന് കഷ്ടപ്പെടണേ. എന്തിനാ? ഞാൻ വന്നിട്ട് അടിച്ചോളാന്നേ. നീ അതവിടെ. എന്താ കുഴപ്പം?
അപ്പൊ നീ ഇന്നാള് വീണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ നടു ഒടിഞ്ഞു പോവോ? പെണ്ണിനൊരു കാര്യഗൗരവം ഇല്ല. അവിടെ വെക്കി വെച്ചേ, ഞാൻ അടിച്ചോളാ. നീ എന്തിനാ എന്റെ അടുത്ത് ഫോർമാലിറ്റി ആണ്? ഞാൻ അടിക്കൂലേ. നോക്കട്ടെ, പഴുത്താണ്. പാലായി വലിയ പറമ്പൊക്കെ ഉണ്ടെന്നിട്ട് മാമ്പഴമൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ. അവിടെ സമാധാനമായിട്ട് ഒരു മാങ്ങ തിന്നാൻ പറ്റുമോ? അതിനൊക്കെ കണക്ക് ബോധിപ്പിക്കണ്ടേ? ഞാനൊരു മാങ്ങ എടുത്ത് ചെത്തി തിന്നാ പോലും കണക്ക് പറയണം. കുറച്ചു ദിവസം കഴിയുമ്പോ അനുഭവിച്ചോളും. വിളിച്ചില്ലേ? വാശിയാണ് വാശി. എത്ര ദിവസം വാശി പിടിക്കുന്ന എനിക്കൊന്ന് കാണണം. ആദ്യത്തെ 2 ദിവസമൊക്കെ അങ്ങനെ പോകും. അല്ല, ഹോട്ടലിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞ് 10-20 വർഷം കഴിയുമ്പോഴല്ല തിരിച്ച് വാശി കാണിക്കണത്, തുടക്കത്തിലേ കാണിക്കണായിരുന്നു. ബുദ്ധി പോയില്ലടി, എന്ത് ചെയ്യാൻ പറ്റും? എന്നെ വിളിക്കണ്ടേ? നിങ്ങക്ക് മാങ്ങ വേണോ? പിന്നെ എനിക്ക് വേണ്ട. എനിക്ക് എന്താ പല്ലില്ലേ? കഴിവൊന്നും വേണ്ട. എന്തായാലും ഇപ്പൊ വീണാറ്റാ കടയിൽ നിന്ന് മേടിക്കണേലും നല്ലതായിരിക്കും. ഉറുമ്പ് കടിക്കണ്ടല്ലോ. ഞാൻ ചെത്തി തരാം. വായിൽ തരാ. കത്തിക്ക് നല്ല മൂർച്ചയാട്ടോ. പിന്നെ കഴുകണായിരുന്നോ? പിന്നെ തൊണ്ടിട്ടാ മതി. കടയിൽ നിന്ന് ചേട്ടാ ആ എന്തായി, പോവാണോ? ഓരോരുത്തരെ കാര്യം ആലോചിച്ചാൽ വലിയ കഷ്ടമാണ് തങ്കം. മാങ്ങ വേണോ? മാമ്പഴം മാമ്പഴം. മാമ്പഴോ? വേണ്ട വേണ്ട, രാവിലെ കഴിച്ചില്ലേ ഇടിയപ്പം. ഇടിയപ്പം അതിന്റെ ടേസ്റ്റ് പോവും. ആ കൊച്ചു നല്ലോണം ഉണ്ടാക്കുവോ? ഭക്ഷണമൊക്കെ നല്ലോണം ഉണ്ടാക്കുവോ? നല്ല അസലായിട്ട് ഉണ്ടാക്കും. അതിപ്പോ ചെത്ത്. ഓ വാ. ഒന്നില്ല, ഞാൻ ഇപ്പൊ വരാം. വാ, മാമ്പഴം തിന്നാം. വാ. മാമ്പഴം കിട്ടിയോ? രാഗി. ആ കൊച്ചെന്താണ് എന്തുപോലെ കല്യാണം കഴിഞ്ഞല്ലേ നിന്റെ? വാ ഇരിക്കി. കാലത്ത് കുളിച്ചൊന്നുമില്ലേ കൊച്ചേ? കുളിച്ചു. ഞാൻ ഡ്രയർ മുടി ഡ്രൈ ചെയ്തിട്ട് അവക്കും കൂടി ഒരു കഷ്ണം മാങ്ങ കൊടുക്ക്. പഴുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ അവിടെ നിന്ന് വിടുന്ന ഡ്രസ്സാ? ആ, സാരി ഒന്നുമില്ലേ? സാരി എടുക്കാറുണ്ട്. അതിന് സാരിനെക്കാളും ഇണങ്ങണത് ഇതല്ലേ? ഇതൊക്കെയല്ലേ കുറച്ചുകൂടി സുഖം. കല്യാണമൊക്കെ കഴിഞ്ഞ പെൺപിള്ളേരാകുമ്പോ ചേച്ചി ഇങ്ങനെയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കൂല, അങ്ങ് പറയും. പിന്നെ എന്താ അമ്പിളിക്കുട്ടൻ ചേട്ടൻ എന്താണ്ട് ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയേ? അത് ചേച്ചി, ഞാൻ ഒരു ഇടിയപ്പം ഉണ്ടാക്കി. അപ്പൊ അതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക. കയ്യിൽ ഒട്ടിപ്പിടിച്ചോ? മര്യാദക്ക് ഉണ്ടാക്കി കൊടുത്തുണ്ടാവൂല അല്ലേ? മര്യാദക്ക് ഉണ്ടാക്കിണ്ടാവൂല. ഞാൻ ശരിക്കും ഉണ്ടാക്കിയ പച്ചവെള്ളത്തില്. പച്ചവെള്ളത്തിലാ? ഇതാരാ പഠിപ്പിച്ചേ? അതിപ്പോ ഞാൻ ചേച്ചിക്ക് അറിയാം, യൂട്യൂബ് നോക്കിട്ട് അതൊക്കെ പഠിക്കാം. അവള് യൂട്യൂബ് നോക്കിയിട്ട് ഇവിടെ ഉള്ള കുട്ടിയല്ല. അത് ഇടിയപ്പം കണ്ടിട്ടില്ല, ഇഡലിയും കണ്ടിട്ടില്ല. ഇവിടെ വന്ന് എവിടെയുള്ള കൊച്ചായാലും പെൺപിള്ളേരായ ഇത്തിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതും കല്യാണം കഴിഞ്ഞ പഠിച്ചോണ്ടിരിക്കല്ലേ? ശരിയാക്കി വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ചെയ്ത് കഴിയുമ്പോ. അത് നേരത്തെ ചെയ്ത് പഠിക്കണം കൊച്ചേ. ചെറുപ്പത്തിലെ വീട്ടിൽ പടിയൊക്കെ എടുത്ത് പഠിച്ചാൽ കെട്ടി ചെല്ലണ വീട്ടിലും നമുക്ക് നല്ലോണം ചെയ്യാൻ അതൊന്നും ചെത്തി കഴിയോ? ഒരു വർഷം തിന്നാൻ വേണ്ടിട്ട് ഇപ്പൊ തരാടി അടങ്ങ്. പറഞ്ഞത് കുഴപ്പമില്ല. അതെ തങ്കം ചേച്ചി, എനിക്ക് ഇന്ന് അമ്പിളിച്ചേട്ടന് ഇഷ്ടപ്പെടുന്ന ഒരു കറി ഉണ്ടാക്കണം. എന്ത് കറി? എന്ത് കറി ഇഷ്ടം? അതെ, അമ്പിളിച്ചേട്ടന്റെ പിന്നെ അതെന്തിനാ ചെത്തിക്കൊണ്ടിരിക്കണേ? കൈ ഡെറ്റോൾ ഒഴിച്ച് കഴുകു. കൊതി ഡെറ്റോളാ? എന്റെ കൊച്ചേ നീ ഇങ്ങനെ തുടങ്ങില്ല കേട്ടാ. മാങ്ങയിലെ പുഴു നല്ലതാ. മാമ്പഴം മാത്രല്ലേ തിന്നുള്ളൂ. എന്നാലും എനിക്കറപ്പാ. കുഴപ്പമില്ല. എന്നിട്ട് അതെ, അമ്പിളിച്ചേട്ടന്റെ അമ്മ ഉണ്ടാക്കണ ഒരു കറി ഉണ്ട്. അതെന്താണ് ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഉള്ളിൽ മറ്റേ കുരുല്ലേ? ചക്കക്കുരു. ചക്കക്കുരു. ചക്കക്കുരു പറഞ്ഞോ? ചക്കക്കുരും പിന്നെ മറ്റേ ഡ്രം സ്റ്റിക്ക്, മറ്റേ മുരിങ്ങാക്കോല്. അതന്നെ, മുരിങ്ങാക്കോല്. പിന്നെ എന്തൊക്കെയായിരുന്നു, മൊത്തത്തിലൊരു മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ അതിന് ചെമ്മീനോടും. ഉണക്കച്ചെമ്മീൻ ഇഷ്ടാണല്ലേ കഴിക്കാൻ? ഉണ്ടാക്കാൻ അറിയില്ല. അതൊന്നും എനിക്ക് പഠിപ്പിച്ചു തരുമോ? എന്നെക്കാളും നന്നായിട്ട് ചേച്ചി ഉണ്ടാക്കും. ആണോ? ഇവിടെ ഒരു ദിവസം വന്ന് നിക്ക്, നമുക്ക് പഠിക്കാം. ദക്ഷിണ വെച്ചാ ഉണ്ടാക്കി തരാം. ദക്ഷിണൊക്കെ ഞാൻ തരാം. ദക്ഷിണൊന്നും വേണ്ട, പറഞ്ഞു അതേപോലത്തെ ഒരു ഉടുപ്പ് തരും. ഇത് തന്നാ മതിയോ? എനിക്കൊന്നും വേണ്ട ചേച്ചി ഒന്നും ഉണ്ടാക്കിത്താ ചേച്ചി. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും അമ്പിളിച്ചേട്ടനാ കറി ഉണ്ടായി. സാധനങ്ങളൊക്കെ ഉണ്ടോ? ചക്കക്കുരും മാങ്ങയൊക്കെ ഉണ്ടോ? അതൊക്കെ നമുക്ക് ഇപ്പൊ വാങ്ങിക്കാൻ വേണമെങ്കിൽ. എന്നാ മേടിപ്പിച്ചോ.
ഇന്ന് നമ്മള് ഇതുണ്ടാക്കിയിട്ട് രാഗി മോൾ ഉണ്ടാക്കിയതാന്നും പറഞ്ഞ് അമ്പിളിക്കൂട്ടൻ ചേട്ടനെ ഞെട്ടിക്കും. കാണിക്കുന്നത് സുഖമായിട്ടിരിക്കുന്നത്. ഇവിടെ എന്തോ കണ്ടു, മാങ്ങ പുഴു ഉണ്ടാവും. അപ്പൊ എന്നാ വേഗം റെഡിയാക്കി, വേഗം പോയി സാധനങ്ങളൊക്കെ മേടിക്കും. പറയരുത് കേട്ടാ. ഞാൻ പോട്ടെ, പോയിട്ട് വരാം, വേഗം വാങ്ങിച്ചിട്ട് വരാം. കഷ്ടം. രാഗിയെ നീ അത് മുറിച്ചിട്. കൊച്ചി അത് ഒരു സ്ഥലത്തോട്ട് ഒതുക്കിയിട്. അവിടെ നീ ആദ്യം ആ മുടി അങ്ങ് കെട്ടി വെച്ചേ. സീനയുടെ സാധനത്തിലൊക്കെ മുടി കുറച്ചു. എനിക്ക് എന്തെങ്കിലും ജോലി താ. നിനക്ക് വീട്ടിലെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പറ്റൂലല്ലോ. ഒതുക്കി ഒതുക്കി അതിലോട്ടൊക്കെ വീഴുന്നു. തേങ്ങ ഇരട്ടിക്കോ. അതിനത് പൊടിക്കണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. നീ തേങ്ങ ഇരണ്ടോ? എനിക്കറിയാം. നമ്മളിത് ഇപ്പൊ പഠിക്കാൻ പോവാ. ആ ഗ്ലാസ് അമ്മേന്റെ കൈ കറിയും മുറിയും. ആ ഗ്ലാസ് എടുക്കടി. കൈ എത്തിച്ചെടുക്കാൻ അറിഞ്ഞൂടെ? നാലാക്ക് നാലാക്ക്. ആ നാലാക്ക്. ഒന്നും കൂടി കാലം കുറയ്ക്കേ. കളഞ്ഞത് കുടിക്കാർന്ന്. അതേപോലെ ആക്കണേ, അല്ലെങ്കിൽ ഒന്നും പിടിക്കില്ല. ഞാൻ അതിന്ന് കടിക്കും. മുറന്നണിഞ്ഞിട്ടായി പിടിച്ചിരിക്കുക. അതൊന്നും പതുക്കെ ഞാൻ തന്നെ കൊണ്ട് വെച്ചത്. ഇങ്ങോട്ട് വാ. ചൂടെന്ന് പറഞ്ഞു, ഒരു വല്ലാത്ത ചൂട്. വയർത്തു. പിന്നെ വേർക്കാതെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാം. ഞാൻ കുറച്ചേരം ഇരുന്നോട്ട്. ഭയങ്കര ചൂടേ. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്നാ വാ കഴിക്കാം. എടി ഞാൻ അവിടെ നിന്ന് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് വന്നത്, നമ്മുടെ കരുണാകരേട്ടൻ്റെ കടയിൽ നിന്ന്. 2 ഗ്ലാസ് വെള്ളം കുടിച്ചു. സത്യം, ഇത്ര ബോജി ഗ്ലാസ്സിൽ വലിയ ബോജി ഗ്ലാസ്, അതിന് 2 ഗ്ലാസ്. ഒരെണ്ണം കുടിച്ചാൽ നല്ല ടേസ്റ്റ്, അതുകൊണ്ട് പിന്നെ ഒരെണ്ണം കൂടെ കുടിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട, കുറച്ച് കഴിച്ചു. അതെന്ത് ഉച്ചയായിട്ട് ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലാത്ത? സത്യം പറ, പുറത്തുനിന്ന് കഴിച്ചില്ലേ? ഇല്ലെന്നേ. കാണിച്ചേ. എന്തോ കഴിയാനിക്ക് മണപ്പിച്ചു നോക്കട്ടെ. നമ്മളെ പരി ബിരിയാണിയുടെ മണം. ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കല്ലേ? കണ്ടോ ഇത് ബിരിയാണിയുടെ മണോ? ആ സത്യം പറ, ബിരിയാണി കഴിച്ചിട്ട് വന്നിരിക്കും. എന്നിട്ട് ഭക്ഷണം രാവിലെ ഇവിടെ എന്തോ ഉണ്ടാക്കി തന്നിരുന്ന ഒരു മപ്പാസ എന്തോ ഒരു കറി ഉണ്ടാക്കിയില്ല ഇവിടെ. എന്താ അതിന്റെ പേര് തോന്നുന്നു? അതിന്റെ മണമല്ല, നാറ്റം. എത്ര കഴിച്ചിട്ട് പോണില്ല അത്. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതോ? അമ്പിളിച്ചേട്ടൻ വാ, കഴിക്കാൻ വാ. കഴിക്കാൻ കുറച്ചുകൂടെ കഴിയിട്ട് അമ്പിളിച്ചേട്ടാ, ഇവിടെ ഈ ഫാൻ്റെ മുമ്പ് ഇരിക്കുമ്പോ ഞാൻ അമ്പിളിച്ചേട്ടന് ഇഷ്ടമുള്ള ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചോണ്ടല്ലേ വിളിക്കുന്നത്. ഇഷ്ടമുള്ള കറിയാ? എന്തോന്ന് കറി? ആ ഒരു കറി വാ. അതല്ലേ എന്തോന്ന് കറി? നല്ല നാടൻ കറിയാ. അമ്പിളിച്ചേട്ടൻ എന്തായാലും ഇഷ്ടപ്പെടും. വാ. നാടൻ കറി പേരേ ഇല്ലേ? ആ പേരൊക്കെ ഉണ്ട്. അമ്പിളിച്ചേട്ടൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതിന് വരെ അകത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വിശ്രമിച്ചോ? ചുമ്മാ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇരുന്നിട്ട് കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. എനിക്ക് വേഗം അമ്പിളിച്ചേട്ടനെ കൊണ്ട് തീറ്റിപ്പിക്കാനാ. വാ. തീറ്റിപ്പിക്കാനാ? അതെന്തോന്നു? അമ്പിളിച്ചേട്ടൻ ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാ. എന്താണ് കറി എന്ന് പറ. അതൊക്കെ ഞാൻ പറയാ, സർപ്രൈസ് ആണെന്ന് പറഞ്ഞില്ലേ വന്നേ. ഞാൻ കുളിച്ചിട്ട് ഒന്ന് കഴിക്കാന്ന്. ഇങ്ങനെ വേർതിരിക്കുമ്പോ കുളിക്കാൻ പാടില്ല. വാ. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്പിളിച്ചേട്ടാ, അമ്പിളിച്ചേട്ടന് ഇഷ്ടപ്പെട്ട ചക്കക്കുരു ചെമ്മീൻ. യെസ്. കുറച്ചും കൂടെ വിളമ്പ്. എന്തോന്നടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീനും
മുനിയക്കോലും ഇട്ട തേക്കക്കുരു ഇട്ട അമ്മ ഉണ്ടാക്കണൊക്കെ അറിയാവോ? ഇതെന്തോന്ന് മഞ്ഞ കുറേ മഞ്ഞ കളർ വാരി ഒഴിച്ച് വെച്ചിട്ട് എന്തൊക്കെ ആയിരുന്നു പ്രകടനം? വേറെ വല്ലതും ഉണ്ടാ കറി? അല്ലെങ്കിൽ തൈര് എടുത്തുണ്ടാക്കോ? ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പൊ ഒരു സാധനം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഒന്നുമല്ല, നീ ഇത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കൊടുത്തു നോക്കി. ചില്ലെന്താ പറയാൻ നോക്കാലോ. ഇതെന്തോന്നു? ഇത് തങ്കം ചേച്ചിയുടെ വീട്ടിലുണ്ടാക്കിയതാ. ഒഴിക്കട്ടെ? ആ ഒഴി. ഇതാണ് കറി. ഇതാണ് കൈപ്പുണ്യം എന്നതാണ്. അല്ലാതെ കുറച്ച് മുരിങ്ങക്കോലും ഉരുളക്കിഴങ്ങും മറ്റേ ഉണക്കച്ചെമ്മീനും കൂടെ വരച്ചിട്ട് കറി കുറച്ച് കളറും കലക്കി ഒഴിച്ചാൽ കറി ആവില്ല. എടി അവളെ കണ്ട് പഠിക്കടി. ഇത്രയും കാലമായില്ലേ കല്യാണം കഴിച്ചിട്ട്. അതങ്ങനെ യൂട്യൂബിൽ നിന്ന് കണ്ണെടുക്കൂലല്ലോ. അപ്പം നീ എന്തോന്ന് പറഞ്ഞത്? ഇത് നീ വെച്ച കറി, ഇത് തങ്കം വെച്ച കറി അല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ പൊന്നു മോളെ, ഈ രണ്ട് കറി ഒന്നാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. കേട്ടാ, നന്നായിട്ടുണ്ട്. സത്യം, എൻ്റെ അമ്മ വയ്ക്കുന്ന അതേ ടേസ്റ്റ് എത്തിക്കും. അപ്പൊ നേരത്തെ അങ്ങനെ പറഞ്ഞതോ? അത് ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ നീ എന്താന്ന് ചെയ്തത്? ഒരേ കറി വേറൊരു പാത്രത്തിൽ എടുത്തു വന്നിട്ട് എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ? എന്തായിരുന്നാലും എൻ്റെ മനസ്സ് നിറഞ്ഞു. സത്യം, നന്നായിട്ട്. ഇപ്പോഴാണ് നീ എൻ്റെ ഉത്തമയായ ഭാര്യ. Alien versus Alien.